എന്താണ് ആപ്പിൾ പേ? ആപ്പിൾ പേ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് എങ്ങനെ നിങ്ങളുടെ ആപ്പിൾ വാലറ്റിൽ ആഡ് ചെയ്യും തുടങ്ങിയതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ക്വിയർ ട്രാവലിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പിൾ വാലറ്റിൽ പോവുക. അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ആഡ് ബട്ടണിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡ് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലിയോ ആ കാർഡിൻ്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ നമുക്ക് കാണാം. ആ നെക്സ്റ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡ് എക്സ്പയറേഷൻ ഡേറ്റ് അതേ കൂടെ തന്നെ CVV അതായത് സെക്യൂരിറ്റി കോഡ് ഒരു 3 ഡിജിറ്റ് നമ്പറാണത്, അതും ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എഗ്രിമെൻറ്റ് നോട്ടീസ് വരുന്നതാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എഗ്രി ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു OTP നമ്പർ വരുന്നതാണ്. ആ OTP നമ്പർ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്പിൾ വാലറ്റിലേക്ക് നിങ്ങളുടെ കാർഡ് അക്സെപ്റ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതാണ്. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് കാർഡ് ഓൾറെഡി ഇതിൻ്റെ അകത്തേക്ക് ആപ്പിൾ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയും. നിങ്ങളുടെ വാലറ്റ് ഇപ്പോൾ നിങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ പോലൊരു സെറ്റപ്പ് തന്നെയാണിത്. ഇത് കുറച്ചുകൂടി സെക്യൂർഡ് ആണെന്ന് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ആപ്പിളിൻ്റെ സാധനമായതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ക്ലിക്ക് നിങ്ങളുടെ ആ പവർ ഓൺ പവർ ഓഫ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് ഇതുപോലെ വരുന്നതാണ്. കാർഡിൻ്റെ ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ ആ മെഷീനോട് ചേർത്ത് ഈ പറയുന്ന ആപ്പിൾ വാലറ്റ് നിങ്ങളുടെ ഫോൺ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അതേകൂട്ട് തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൾ പേ ക്ക് വേണ്ടി നമ്മുടെ കാർഡ് ആപ്പിൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നതും. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെയ്യാനുള്ള സംഭവങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.